ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 2-3 വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പം ഞാനിതിവിടെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 2 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് കുതിർത്ത് വെക്കാം. നിങ്ങളിതിലേക്ക് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മതിയാവും, പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാനിതിവിടെ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നുറുക്ക് ഗോതമ്പം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരിപ്പ വെച്ചിട്ട് വേണം നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. വെള്ളം ഇതിലേക്ക് ഒട്ടും ചേർക്കാണ്ട് ഈ ശർക്കര പാനി തന്നെ ഇത് അരച്ചെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, മാവ് നല്ല സ്മൂത്തായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് കമ്പൈനായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കൊടുത്തതാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നെയ്യപ്പം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഓയിൽ ചൂടാക്കിയെടുക്കാൻ. ഇനി ചൂടായ ഓയിലിലേക്ക് ഞാൻ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. എന്നാലേ നമുക്കിത് ശരിക്കും പൊങ്ങി കിട്ടുള്ളൂ. ഏകദേശം 1 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് പൊങ്ങി കിട്ടാൻ. ഇപ്പം കണ്ടില്ലേ, ഇത് ശരിക്കും വീർത്ത് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ മറിച്ചിടരുത്. ഏകദേശം 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 1 മിനിറ്റോളം വേണ്ടി വരും. ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പം അപ്പത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും നെയ്യപ്പം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം. ചെറുങ്ങനെ ഇതൊന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്കൊരു ചട്ടകം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഓയിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റിന് ശേഷം ഇതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊരു
നല്ല ബ്രൗൺ കളറായിരുന്നവരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ നെയ്യപ്പവും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കിയ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പം തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അരി അരച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത നെയ്യപ്പത്തിൻ്റെ അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങൾക്കിത് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ.